പ്രൈസ് ലോർഡ്. എന്ന പ്രാർത്ഥനയ്ക്കായിട്ട് ലൈനിൽ വന്നിരിക്കുന്ന പാസ്റ്റർക്കും പാസ്റ്റേഴ്സിനും സഹോദരന്മാർക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എല്ലാവർക്കും ലൈനിൽ വചനം ശ്രവിപ്പാനും സന്തോഷിപ്പാനും ദൈവം അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനാ കൂട്ടത്തില് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തെ എന്ന ഭാഗ്യവാന്മാർ എന്നുള്ള ആ ഒരു പ്രത്യേക വിഷയമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് പ്രാരംഭം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മിങ്ങനെ വായിക്കുന്നു: ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ ഭാഗ്യവാന്മാർ എന്ന വർണ്ണന, ആ പ്രത്യേക പദപ്രയോഗം 7 സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ അതാണ് ധ്യാനിക്കാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥനയോട് ദൈവസ്ഥലായിരിക്കണം. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ബ്ലസ്സഡ് എന്നുള്ള പേരാ കൊടുത്തിരിക്കുന്നത്. ബ്ലസ്സഡ് എന്ന വാക്ക് വരും. അതിന്റെ അർത്ഥം അത് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് പറയുകയാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് ചില വാഗ്ദത്തങ്ങൾ ദൈവജനത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ആത്മിക അനുഗ്രഹങ്ങളെ പകർന്നു തരുന്നതാണ്. അവൻ സ്തോത്രം. ഭാഗ്യവാൻ എന്നുള്ളതിന് നമ്മുടെ പുതിയ നിയമം എഴുതിയത്, നമ്മുടെ ബൈബിൾ എഴുതിയത് ഗ്രീക്കിലാണല്ലോ. അതിന്റെ ഗ്രീക്ക് വേർഡ് മക്കാറിയോസ് എന്നാണ്. മക്കാറിയോസ് എന്ന വാക്കിനർത്ഥം ഭാഗ്യവാൻ എന്ന് മാത്രമല്ല, സംതൃപ്തിയുള്ളവൻ, സമാധാനമുള്ളവൻ, അനുഗ്രഹമുള്ളവൻ, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിവുള്ളവൻ, അതിൻ്റെതായ വാഗ്ദത്തങ്ങൾക്ക് അവകാശിയായവൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങളുള്ള ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് മക്കാറിയോസ് എന്ന് പറയുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം 3-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് സഭയോടുള്ള ഒരു ദൂതാണ്. ഇത് എഴുതുന്ന കാലത്ത് നിലവിലിരുന്ന സഭയോട് ദൈവാത്മാവ് സംസാരിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ അത് വ്യക്തിപരമായി നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന വചനമാണ്. പ്രാവചനികമായി പ്രവചനപരമായി പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 1:19: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനിയും സംഭവിക്കുവാൻ ഇരിക്കുന്നതും. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. നീ കണ്ടത് അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇപ്പോഴുള്ളത് അത് പ്രസന്റ് ടെൻസ് ആണ്. ഇനിയും സംഭവിക്കാനുള്ളത് തിങ്സ് ടു കം, വരുവാനുള്ളത്, അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. അതിനാണ് എസ്കറ്റോളജി എന്ന് പറയുന്ന, ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലെ ആകെ കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. 1 നീ കണ്ടത്, 2 ഇപ്പോഴുള്ളത്, 3 ഇനിയും വരുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകം മാത്രമല്ല, തിരുവെഴുത്തിനെ കുറിച്ചാണ് പറയുന്നത്. നീ എന്ത് ചെയ്യണം?
ഈ വാക്കുകളെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. 1. 2, അത് കേൾക്കണം. 3, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കണം. തിരുവെഴുത്ത് വായിക്കണം, അത് കേൾക്കണം, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കണം. അപ്പൊ വേദപുസ്തകം വായിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തിരുവെഴുത്തുകളെ ധ്യാനിക്കേണ്ടതിന് ഞാൻ യാമങ്ങളെ നോക്കി കാത്തിരിക്കുന്നു. ഭക്തന്മാരുടെ ജീവിതത്തില് വചനം വായിക്കുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. അത് വായിക്കണം. പലരുടെയും ജീവിതത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വായിക്കുന്നത് അവരുടെ ആയുസ്സിലെ നമ്പർ അനുസരിച്ച് 60 വയസ്സുണ്ടെങ്കിൽ അവർ 60 പ്രാവശ്യം വേദപുസ്തകം വായിക്കും. 50 വയസ്സുണ്ടെങ്കിൽ 50 പ്രാവശ്യം വേദപുസ്തകം വായിച്ചിരിക്കും. ചിന്തിച്ചു നോക്കും, ഞാൻ എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചിട്ടുണ്ട്? ഇന്ന് ഞാൻ വായിച്ചുവോ? കാരണം പലർക്കും സമയമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാവർക്കും പറയാവുന്ന ഒരു ഉപശാന്തിയാണ്. എന്നാൽ നമ്മുടെ കടപ്പാടാണ്, നാം കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. 119-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, അത് കൃത്യമായി ആചരിക്കേണ്ടതിന് ദൈവം കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ തിരുവെഴുത്ത് വായിക്കണം. വായിക്കുന്നത് തന്നെ എന്താണ്? ഒരനുഗ്രഹമാണ്. രണ്ടാമത്, വായിക്കുന്നത് കേൾക്കണം. കേൾക്കുന്നത് അനുഗ്രഹമാണ്. കാരണം എബ്രായ വിശ്വാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എബ്രായരെ സംബന്ധിച്ച്, യഹൂദനെ സംബന്ധിച്ച്, അവർ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഭക്തിപൂർവമാണ് വായിക്കുന്നത്. ആ വായിക്കുന്നത് അവർ ഉറക്കെയാണ് വായിക്കുന്നത്. ആ ഉറക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവർക്കും കേൾക്കാം. ഒരാൾ വായിക്കുന്നത്, കേൾക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. മൂന്നാമത്, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടേച്ചു പോയാൽ പോരാ, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. അപ്പൊ 3 കാര്യം ചെയ്യണമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. 1, വായിക്കണം. 2, അത് കേൾക്കണം. 3, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രമാണിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യെരുശലേമിൽ വന്ന് ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കും. അദ്ദേഹത്തിന്റെ തേരിനോട് അടുത്ത് ചെന്ന് പോകുവാനായി ദൈവാത്മാവ് പീലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനോട് പറഞ്ഞു. അതേ ഓടിച്ചെന്ന് ഇങ്ങനെ പുറകെ ഓടിപ്പോവുകയാണ്. അടുത്ത് എന്ന് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കാരണം പുറകെ ചെല്ലുന്ന ആളിനെ വായിക്കുന്നത് കേൾക്കാം, അവൻ ഉറക്കെയാ വായിക്കുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഒരാൾ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ അത് മനസ്സിലാക്കും? വായിച്ചാൽ തന്നെ പോരാ, അതിൽ എഴുതിയിരിക്കുന്നത് പൊരുൾ തിരിച്ച് മനസ്സിലാക്കണം. തിരുവെഴുത്ത് വായിക്കുന്നു, പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ അതേ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗിരിപ്രഭാഷണം. അത് പറഞ്ഞു ഒടുവിൽ കൊണ്ടുവരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ വചനം നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ അതുപോലെ ചെയ്യണം. ഇതാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ കേൾക്കണം, നിങ്ങളത് ഗ്രഹിക്കണം, നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞേച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉപമ അവിടെ ഉണ്ട്. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്: എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പൊ ദൈവവചനം വായിക്കണം, കേൾക്കണം, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കണം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവരെന്ത് ചെയ്യണം? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നത് പോലെ അവരുടെ ജീവിതത്തെ പണിയുന്നവരായിരിക്കണം. വചനത്തിൽ എങ്കിലേ നിലനിൽക്കുവാനൊക്കത്തുള്ളൂ. വിശ്വാസ ജീവിതത്തിൽ എങ്കിലേ നിലനിൽക്കാനൊക്കത്തുള്ളൂ. ഉപദേശത്തിൽ എങ്കിലേ നമുക്ക് നിലനിൽക്കുവാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ദൈവമക്കൾ ദൈവവചനം വായിക്കുന്നവരായിരിക്കണം. രണ്ടാമത് ഇവിടെ 14-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:
അതെ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് കേൾക്കുക. അതിന്റെ 13-ാമത്തെ വാക്യം. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഭാഗ്യവാന്മാർ? സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അഥവാ കർത്താവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാരാണ്. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു നല്ല ധാരണ നമുക്കുണ്ടായിരിക്കണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ മഹാപീഡന കാലത്തെ കുറിച്ചാണ് എഴുതി വരുന്നത്. 4ഉം 5ഉം അധ്യായങ്ങൾ സ്വർഗത്തിലെ കാര്യങ്ങളാണ് അവിടെ വിവരിക്കുന്നത്. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ വിവരിക്കുന്നത് അതെ മഹാപീഡന കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് അതെ അവിടെ വിവരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, 14-ാം അധ്യായത്തിൽ വന്ന് പറയുകയാണ്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ വിശുദ്ധന്മാർ അവർ ഭാഗ്യവാന്മാരാണ്. മഹാപീഡന കാലത്ത് മരിക്കുന്നവരായ ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അവരുടെ ഒരു സംഖ്യ അതെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മഹാപീഡന കാലത്ത് ഇവിടെ ഭൂമിയിൽ ഭരിക്കുന്നത് ആന്റിക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തുവാണ്. അതിനു മുമ്പ് 4-ാം അധ്യായത്തിന്റെ മുമ്പ് അതെ സഭയെ കുറിച്ചാണ് പറയുന്നത്. 4-ാം അധ്യായം വരുമ്പോഴേക്കും ഒരു റാപ്ചർ നടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വിഷയമാണ് പിന്നെ വരുന്നത്. റാപ്ചറിന് ശേഷം 7 വർഷക്കാലം മഹാപീഡന കാലം അഥവാ ട്രിബുലേഷൻ പീരീഡ് ആണ്. ആ മഹാപീഡന കാലത്ത് യഹൂദന്മാരിൽ ഒരു കൂട്ടം ആളുകൾ മരിക്കുന്നുണ്ട്. ജാതികൾ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ മരിക്കുന്നുണ്ട്. അതെ, രക്തസാക്ഷികളായ ഒരു കൂട്ടം ആളുകൾ മരിക്കുന്നുണ്ട്. സുവിശേഷ നിമിത്തം ഒരു കൂട്ടം ആളുകൾ അവിടെ മരിക്കുന്നുണ്ട്. ഇതെല്ലാം ആളുകൾ അവിടെ മരിക്കുന്ന സമയമാണ്. എന്നാൽ അങ്ങനെ മരിക്കുന്നവർ ഒരു വലിയ ഗണമാണ്. അവരെ കുറിച്ച് പറയുകയാണ്, ഏത് വ്യക്തിയായിരുന്നാലും, രക്തസാക്ഷിയായാലും, യഹൂദനായാലും, ജാതിയിൽപ്പെട്ടവനായാലും, സഭയിൽപ്പെട്ടവരായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നവർ നോക്കണം, ഡെഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മരിക്കുന്നവർ. ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിരിക്കണം. എല്ലാ വ്യക്തികളും മരിക്കും എന്നുള്ളത് വ്യക്തമാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദാമിനെ ശപിച്ചപ്പോൾ കൊടുത്ത ശാപയവുമായ വാക്കുകളിൽ ഒന്നാണ്, നീ മണ്ണാണ്, നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് തിരികെ ചേരും. മരിക്കും, നിശ്ചയമാണത്. പക്ഷെ സമയം അറിഞ്ഞുകൂടാ. മനുഷ്യൻ മരിക്കും. പക്ഷെ മരിക്കുമ്പോൾ, അത് വിശ്വാസിയായി മരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചാണ് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത്. അവരെവിടെ പോകുന്നു? എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അതേ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടരുന്നു. മരിക്കുന്നവർ ഒരു വിശ്രാമത്തിലേക്ക് കടന്നു പോവുകയാണ്. അവരുടെ പ്രവർത്തിയിൽ നിന്ന് അവർ വിശ്രമിക്കുകയാണ്, ഒരു റെസ്റ്റിംഗ് പ്ലേസിലേക്ക് പോവുകയാണ്. അവരിവിടെ അധ്വാനിച്ചതിൽ നിന്ന് റെസ്റ്റിംഗിലേക്ക് പോവുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ മറയുകയാണ്. നമുക്ക് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് ഈ കാര്യങ്ങൾ നമുക്ക് വിസ്തരിച്ചു തരും. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആബ്സെന്റ് ഫ്രം ദ ബോഡി ആൻഡ് പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിക്കുക.
ശ്രദ്ധിക്കുക, ഒരാൾ മരിച്ചാൽ അവരുടെ ആത്മാവ് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ പോവുക. മരണം സംഭവിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിനാണ്. അതാണ് നമ്മൾ അടക്കം ചെയ്യുന്നത്. അത് മണ്ണാണ്. ആദാമിനോട് പറഞ്ഞ അതാണ്, നീ പൂഴിയാണ്, നിന്റെ ശരീരം പൂഴിയിലേക്ക് മടങ്ങിച്ചേരും. എന്നാൽ സഭാപ്രസംഗി പറയുന്നു, ആത്മാവ് അത് കൊടുത്ത അവന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ ശാശ്വത ഭവനമുണ്ട്, അവൻ അവിടേക്ക് പോകും. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. പിന്നെയോ അവനവിടെ വിശ്രമം എന്നുള്ള ഒരു സമയമുണ്ട്. അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ, അവന്റെ പ്രവർത്തികൾക്കടുത്ത പ്രതിഫലം അവന് ലഭിക്കും. അവന്റെ പ്രവർത്തി അവനെ പിന്തുടരുന്നു. പ്രവർത്തികൾക്കൊരു ന്യായവിധിയുടെ സമയമുണ്ട്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വെളിപ്പെടേണ്ടതാകുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം നാം മരിക്കുന്നതിന് മുമ്പ് ചെയ്ത പ്രവർത്തികൾ, രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിന്റെ വരവിന് മുമ്പിൽ ചെയ്തതായ പ്രവർത്തികൾ, രക്ഷിക്കപ്പെട്ട ശേഷം രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പ് നാം ചെയ്ത പ്രവർത്തികൾ, ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. 1, വചനം വായിച്ച് അതും പ്രകാരം ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3, 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു. 16-ാം അധ്യായം 15-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15. കർത്താവ് പറയുന്ന വാക്കുകളാണ്, പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് മടങ്ങി വരും. അത് എപ്പോൾ വരുമെന്ന് പറഞ്ഞേച്ചല്ല വരുന്നത്. ഇന്നെല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോകം എപ്പോഴാ അവസാനിക്കുന്നത്, കർത്താവ് എപ്പോഴാ വരുന്നത്. ഈ 2 കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നപ്പം ഞാൻ വരാം, ഇന്നപ്പം ലോകം അവസാനിക്കുമെന്ന്. പിന്നെ ഓരോരുത്തർ അവർ കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങൾ അത് പറയുകയാണ്. എന്നാൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പം വരും? തക്ക സമയത്ത് അവൻ ആ പ്രത്യക്ഷത നടത്തും. അവൻ വരും. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ താമസം കൂടാ വരും. അത് നമ്മുടെ പ്രത്യാശയാണ്. കർത്താവ് പറഞ്ഞ്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് കർത്താവാ പറഞ്ഞത്. കർത്താവ് വരും. എങ്ങനെ വരും? ആരും നനയാത്ത ഒരു സമയത്ത്. അതിനാ ഇവിടെ കള്ളനെ പോലെന്നുള്ള ഒരു അലങ്കാര പ്രയോഗം കൊടുത്തിരിക്കുന്നത്. കർത്താവ് കള്ളനായിട്ട് വരുമെന്നല്ല, നനയാത്ത സമയത്ത്, അറിയാത്ത സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കർത്താവ് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, അവരവർ തങ്ങളുടെ വസ്ത്രം സൂക്ഷിക്കുന്നവരായിരിക്കണം. ഉടുപ്പ് സൂക്ഷിക്കുക എന്ന് പറയുന്ന ജീവിതം സൂക്ഷിക്കുക എന്നാണ്. അല്ല, ഇട്ടിരിക്കുന്ന എൻ്റെ ഈ വെള്ള ഉടുപ്പ് സൂക്ഷിക്കുക എന്നല്ല, അവന്റെ ജീവിതം സൂക്ഷിക്കുക. ആ ജീവിതം സൂക്ഷിച്ചും ജാഗരിച്ചും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നിലവാരത്തിൽ എപ്പോഴും അവന് ആക്റ്റീവായിരിക്കണം. അവനെപ്പോഴും ആ വിഷയത്തിൽ അവൻ ഉത്സാഹിയായിരിക്കണം. ആ വിഷയത്തിൽ അവനൊരു കൺസേൺ ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതമാകുന്ന വസ്ത്രം വിശുദ്ധമായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കർത്താവ് വരുന്ന വിശുദ്ധരെ ചേർക്കുവാനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം അതാണ്, നമ്മുടെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കണം. ആരെപ്പോലെ വിശുദ്ധനായിരിക്കണം? കർത്താവാണ് നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കർത്താവ് പറഞ്ഞു, അവരവരുടെ ജീവിതത്തെ സൂക്ഷിക്കണം, മലിനമാകാതെ സൂക്ഷിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം മലിനമായി പോകുവാൻ അനേക സാധ്യതകളുണ്ട്. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ കർത്താവിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ശരീരം ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്യണം, സമർപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്നെ തന്നെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. സെൽഫ് കൺട്രോൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. കർത്താവിന് സ്തോത്രം. നാലാമത്തെ കാര്യം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇത് സത്യവചനമാണ്. ആമേൻ. കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒരിക്കലും ഒരാൾ ചോദിച്ചു, ആട് കല്യാണം കഴിക്കാൻ പോകുന്നത്? അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയാകുന്ന മണവാട്ടിയെ വേളി കഴിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. അതാണ് തിരുവെഴുത്തിന്റെ കാതലായ സത്യം. കർത്താവ് മടങ്ങി വരും, സഭയെ ചേർത്തുകൊള്ളും, ഒരു വേളിയുടെ സമയം നടക്കും. അതേ, കർത്താവ് മണവാളനും സഭ മണവാട്ടിയുമാണ്. ആ മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ആ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. സഭ കാന്തയാണെങ്കിൽ അവളെ ഒരിക്കലും കല്യാണത്തിന് ക്ഷണിക്കുകയില്ല, ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ക്ഷണിക്കുന്നത് മറ്റുള്ളവരെയാണ്. അവിടെ ഒരു മണവാളനും മണവാട്ടിയുമുണ്ട്. ക്ഷണിക്കപ്പെട്ടവർ മറ്റുള്ളവരാണ്. അപ്പോൾ കർത്താവിന്റെ കല്ലതെ കാന്ത ആയി തീർന്നിട്ടുള്ള സഭയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെയോ അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ട ഒരു യഹൂദ വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. അവരെ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അവരോടാണ് പറയുന്നത്, അതിനുവേണ്ടി വരണം. കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ഓർക്കുമോ നിങ്ങൾ? ഓർപ്പിക്കാം. ഒരു വലിയ കല്യാണ സദ്യ ഒരുക്കി, അവിടെ അനേകർ കയറി വന്നിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനോട് ചോദിച്ചു, സ്നേഹിത, നീ എങ്ങനെ ഇവിടെ കല്യാണ വസ്ത്രമില്ലാതെ വന്നു? ക്ഷണിക്കപ്പെട്ടവനാണ്. അവനെ കാലും കൈയും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ട് കളയാൻ പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് ക്ഷണിച്ചവർ ഭാഗ്യവാന്മാർ, ക്ഷണിക്കപ്പെട്ടവർ അവര് ഭാഗ്യവാന്മാരാണെങ്കിൽ കാന്തയുടെ കാര്യമോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് നമ്മളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് കോരിന്ത്യ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യത്തിലാണ്. അവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ചതിക്കപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണം. ദൈവമക്കൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ ആരാണ്? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്.
ഞാനും നിങ്ങളും ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കൂട്ടം ആളുകളെ അന്നത്തെ ആ വിവാഹവേളയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവർ ജാതികളിൽപ്പെട്ടവരെ ക്ഷണിക്കും, യഹൂദന്മാരെ ക്ഷണിക്കുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ടവര് തന്നെ ഭാഗ്യവാന്മാരാണ്. അതിന്റെ അർത്ഥം വേദശാസ്ത്രികൾ പറയുന്നത്, കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരുമ്പോൾ ആ വലിയ സദ്യ 1000 വർഷം നീണ്ടു നിൽക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമെന്നാണ്. അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള സമയം ഇപ്പോഴില്ല. ഞാൻ അതുകൊണ്ട് അത്രയും പറഞ്ഞ് അവിടെ വിടുകയാണ്. കർത്താവിന്റെ കല്യാണം നടക്കും. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അതിൽ നിങ്ങളൊരു അംഗമാണോ? താനൊരു അംഗമാണോ? സഹോദരനൊരു അംഗമാണോ? അതേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനൊരു യോഗ്യനാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യം 20-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു. അടുത്ത അധ്യായത്തിൽ 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇതെല്ലാം പ്രവചന വിഷയങ്ങളാണ്. വളരെ ആഴമേറിയ സത്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്. ആരാണ് ഭാഗ്യവാന്മാർ? 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. സംക്ഷേപിച്ചു പറഞ്ഞാൽ, അതേ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പുനരുത്ഥാനത്തിന്റെ നിര പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവന്റെ വരവിങ്കൽ. ക്രിസ്തുവിനുള്ളവരുമാണ് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ. ഒന്നുകൂടെ പറഞ്ഞാൽ, മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, രക്തസാക്ഷികളായി തീരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, യഹൂദന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരെല്ലാം എടുക്കപ്പെടുന്നു. ഇവിടെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, 3-ാം വാക്യം മുതൽ പറയുന്ന ഇങ്ങനെയാണ്: 1000 ആണ്ട് കഴിയുവോളം എന്നവിടെ ഒരു പ്രയോഗം നിങ്ങൾ കാണാൻ കഴിയും. അതിന്റെ താഴോട്ട് വരുന്ന സമയത്ത് 1000 എന്ന് 6 പ്രാവശ്യം പറഞ്ഞ ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരെയാണ് ഒറ്റ നിലവാരത്തിൽ വിളിച്ചിരിക്കുന്നത് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ. 2-ാം പുനരുത്ഥാനം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അത് പറയുന്നത്, അതെ, ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അത് 11-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യമാണ്. അതാരെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെടാത്തൊരു കൂട്ടം ആളുകൾ, ദുഷ്ടന്മാരായ ഒരു കൂട്ടം ആളുകൾ. അവർ വരുന്നത് വെള്ളസിംഹാസന ന്യായവിധിയിലേക്കാണ്. എന്നാൽ അതിനു മുമ്പ് ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയാകുന്ന സഭ, ഓ ഹല്ലേലൂയ, അവരാണ് 1-ാം പുനരുത്ഥാനത്തിൽ അവരെ എടുക്കപ്പെടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എങ്ങനെയാ പറഞ്ഞത്? വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. വല്ലവിധേനയും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴേലും ഉയർന്നാ പോരാ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിലും ഉയർത്താ പോരാ, പിന്നെയോ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാൻ. എന്ത് ചെയ്യണം? 1-ാം പുനരുത്ഥാനത്തിൽ എടുക്കണമെങ്കിൽ അവർ ക്രിസ്തുവിനായി തീരണം, അവർ വീണ്ടും ജനിക്കണം, അവർ ദൈവമക്കളായി തീരണം, അവർ സഭയുടെ അംഗങ്ങളായിരിക്കണം, അവർ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദീർഘമായ ഒരു വിഷയമാണ്, നമ്മളത് പഠിക്കണം. 1-ാം പുനരുത്ഥാനം, പ്രൈസ് ദി ലോർഡ്, അത് ഏറ്റവും ശ്രേഷ്ഠമേറിയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു: കല്ലറകളിലുള്ളവർ എന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുന്ന നാളിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മരിച്ചുപോയാലും ഒരു കല്ലറകളിലായാലും
അതേ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുമ്പോൾ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുമ്പോൾ പുനരുത്ഥാനം പ്രാപിക്കുക എത്ര സന്തോഷമുള്ള കാര്യമാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കേണ്ടത് ഒന്നാം പുനരുത്ഥാനത്തിൽ എവിടെ നിന്ന് മാറ്റപ്പെടണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. 6ാമത്തെ ഭാഗ്യവർണ്ണയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ കീപ് ഹിസ് കമാൻഡ്മെന്റ്, കർത്താവ് കൽപ്പിച്ചിട്ടുള്ള വചനം അനുസരിക്കുന്നവരായിരിക്കണം. 119-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ വചനം കൃത്യമായി ആചരിക്കേണ്ടതിന് അവൻ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാമെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. ഇത് കൃത്യമായി ആചരിക്കാൻ തന്നതാണ്. അതിനകത്ത് വള്ളിയോ പുള്ളിയോ ഒന്നും മാറ്റാൻ പാടില്ല. അക്യുറേറ്റ് ആയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനമാണ്. ആ വചനം എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മാറ്റിവെക്കാനൊക്കത്തില്ല. അതിലെ വള്ളിയും പുള്ളിയും മാറുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ സമുദ്രത്തിൽ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കണ്ടു. ഉടനെ ഇവർ ഇവിടുന്ന് ഒരു സന്ദേശം അയച്ചു, ഞങ്ങൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലാണ്, ഞങ്ങൾ മുന്നേറി വരികയാണ്, ആ ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റ് അതേ ആരുടെ ആയാലും ഞങ്ങൾക്കെതിരെ വരുന്നതാണെങ്കിൽ അത് മാറ്റിവിടണമെന്ന് പറഞ്ഞു. ഉടനെ അവിടുന്ന് ഒരു സന്ദേശം ഇവർക്ക് കിട്ടി. ആ സന്ദേശത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ഇത് കപ്പലല്ല, ഇതൊരു പാറയുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈറ്റാണ്. ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല, നിങ്ങളുടെ കപ്പൽ മാറ്റിക്കൊണ്ടുപോകണം. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം. അത് സുസ്ഥിരമാണ്, അത് മാറുകയില്ല, അത് മാറ്റിവിടുകയില്ല. നീയാണ് ഈൽഡ് ചെയ്യേണ്ടത്, നീയാണ് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. വചനം നീ സൂക്ഷിക്കണം. ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലെ സകല വാക്കുകളും പാലിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. 7ാമത് വർണ്ണന കേൾക്കുക. 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 22-ാം അധ്യായം 14-ാം വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇത് പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുകയാണ്. 20-ാം അധ്യായം മുതൽ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ഒരു വർണ്ണനകൾ കാണാൻ കഴിയും. അതും വളരെ വിശാലമായ ഒരു വിഷയം. ആ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കണമെങ്കിൽ, പുതിയ യെരൂശലേമിന്റെ അംഗമായി മാറണമെങ്കിൽ, അവിടുത്തെ ഒരു സിറ്റിസൺ ആയിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം 15-ാം വാക്യത്തിൽ വായിക്കുന്നു, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും പോഷ്കൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്നവരും ചെയ്യുന്ന ഏവനും പുറത്താണ്. അവർക്ക് ആ നഗരത്തിൽ പ്രവേശനമില്ല. രക്ഷിക്കപ്പെടാത്തവൻ അവിടെ പ്രവേശനമില്ല. വെളിപ്പാട് 21-8 വായിക്കുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ, വാവിഷ്ഠാണക്കാര്, മദ്യപാനികൾ എന്നിവയേവരും പുറത്താ. രക്ഷിക്കപ്പെടാത്ത ഏവനും പുതിയ യെരൂശലേമിൽ പ്രവേശനമില്ല. ആ നഗരത്തിൽ പ്രവേശിക്കണമെങ്കിൽ
അവർ വിശുദ്ധരായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്. ദ ട്രീ ഓഫ് ലൈഫ് നഷ്ടപ്പെട്ടത് ഏദനിലാണ്. അത് മടക്കി തരുവാൻ പോകുകയാണ്. അന്ന് അവിടുന്ന് ഏദനിൽ നിന്ന് ആദാമിനെ ഹവ്വായെയും ഇറക്കി വിട്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഏകയാഗമായി തീർന്നു. അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അനുഭവിക്കുവാൻ പോകുന്ന ഒരു സമയമുണ്ട്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്. ആ പുതിയ യെരൂശലേമിലേക്ക് കയറുവാൻ ഉള്ള സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, അവിടെ നായ്ക്കളും അവിടെ ക്ഷുദ്രക്കാരും അവിടെ ദുർനടപ്പുകാരും കൊലപാതകന്മാരും ആരും അവിടെ കയറുകയില്ല. അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഗേറ്റിൽ കൂടെ അകത്ത് കടക്കേണ്ടതിന്, അതേ, പ്രൈസ് ദി ലോർഡ്, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുക. ആമേൻ. കീപ് യുവർ ഓൺ ക്ലോത്ത്. അവരവരെ തന്നെ സൂക്ഷിക്കുക. യൂദാ പറയുന്നു, വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നമ്മളെ നിർത്താൻ കഴിയും. പക്ഷെ നാം എന്ത് ചെയ്യണമെന്നറിയോ? നമുക്കൊരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാം നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. അത് യൂദായുടെ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, അമ്മച്ചിമാരെ, സഹോദരിമാരെ, അപ്പച്ചന്മാരെ, എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ അന്ത്യകാലത്ത് നാം നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കണം. മറ്റുള്ളവരെ നോക്കിയല്ല ജീവിക്കേണ്ടത്. അവരിങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ, അവരങ്ങനെയാണല്ലോ എന്ന് എല്ലാം നമുക്കത് പറയാൻ കഴിയും. പക്ഷേ വാട്ട് അബൌട്ട് മീ? എന്നെ സംബന്ധിച്ച് എങ്ങനെ ഇരിക്കുന്നു? അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം കളങ്കമല്ലാത്തതായി തീരട്ടെ. വചനം വായിക്കുക, കേൾക്കുക, പ്രമാണിക്കുക. അവർ ഭാഗ്യവാന്മാരാണ്. 2, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ അവർ ഭാഗ്യവാന്മാരാണ്. 3, തങ്ങളുടെ ഉടുപ്പ് സൂക്ഷിക്കുന്നവർ, ഞങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. 5, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. 5, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. 6, ഈ പുസ്തകത്തിലെ പ്രവചനം വായിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. 7, തങ്ങളുടെ വസ്ത്രം അലക്കി വെളുപ്പിച്ച് പുതിയ യെരൂശലേമിലേക്കുള്ള പ്രവേശനത്തിന് കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 1:3, 14:13, 16:15, 19:9, 20:6, 22:7, 22:14. ഈ 7 വാക്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്ന ഒറ്റപ്പദം, ബ്ലസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ടവർ. ബക്കാരിയോസ്, ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? അവർക്കൊരു വാഗ്ദത്തം ശേഷിക്കുന്നു. അവരുടെ കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുമോ? അവരവരെ തന്നെ പരിശോധിക്കാം. ദൈവവചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.